അമൃതം പൊടിയുണ്ടോ വീട്ടിൽ? എങ്കിൽ നമുക്കിന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. ഒരു പാക്കറ്റ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 അച്ച് വെല്ലത്തിന് പാവ് കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അമൃതം പൊടിയിലേക്ക് നമ്മൾ 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മളിവിടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങ നമ്മൾ അമൃതം പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അമൃതം പൊടിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഈ തേങ്ങയും കൂടി ചേരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഇരട്ടിക്കും. അപ്പോൾ ഈ ഒരു തേങ്ങയും അമൃതം പൊടിയും നമ്മൾ പാവ് കാച്ചി വെച്ചിരിക്കുന്ന ബെല്ലം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വട്ടയപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അമൃതം പൊടിയിൽ തന്നെ നല്ലൊരു മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 അച്ച് ബെല്ലം മതിയാവും നല്ലൊരു മധുരത്തിന്. അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അമൃതം പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിക്കും അവരെല്ലാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് 2 തവി ദോശമാവ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ദോശമാവില്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്താലും മതി. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് വട്ടയപ്പം ചെയ്യുന്നത്. കേക്കിൻ്റെ ട്രേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നോർമലായിട്ടുള്ള പ്ലേറ്റിലാണ് ഞാൻ ഈ ഒരു വട്ടയപ്പം ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് മുന്തിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്.